ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ഗീതു ലിബിൻ. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ലൈഫ് ഇൻ ദ UK ടെസ്റ്റിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മൾ ഇവിടെ 5 വർഷം കഴിഞ്ഞു. നമ്മൾ ILRന് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ അല്ലെങ്കിൽ PR അപ്ലൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഡെഫിനറ്റായിട്ട് ഈ ലൈഫ് ഇൻ ദ UK ടെസ്റ്റ് പാസ്സാകണം. അവർ ആപ്ലിക്കേഷനിൽ ഒരു യുണീക്ക് റെഫറൻസ് നമ്പർ ചോദിക്കും. അപ്പം നമ്മൾ ലൈഫ് ഇൻ ദ UK ടെസ്റ്റ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ പാസ്സാകേണ്ടതുണ്ട്. അപ്പോൾ ഈ എക്സാം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അവർ നമുക്ക് 24 ക്വസ്റ്റ്യൻസ് തരും. അതിൽ നമ്മൾ 75% വേണം പാസ്സാകാനായിട്ട്. അതായത് 24-ൽ 18 മാർക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ പാസ്സാകും. പൊതുവേ ഈ എക്സാം വളരെ ഈസി ആയിട്ടുള്ളൊരു എക്സാമാണ്. അപ്പം ഞാൻ പ്രിപ്പയർ ചെയ്യുന്നു വെച്ചാൽ എനിക്ക് ഓൺലൈനിൽ നിന്ന് 1 to 7 ഒരു ക്വസ്റ്റ്യൻസ് ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 17 ക്വസ്റ്റ്യൻസ് ഞാൻ മാറി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു 2 ആഴ്ച പോലും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു എല്ലാ ദിവസവും. അങ്ങനെ എനിക്ക് ആ ഓപ്ഷൻ വരുമ്പോൾ ഇന്നതാണ് ആൻസർ എന്ന് അങ്ങനെ ഞാൻ കാണാതെ എന്ന് വെച്ചാൽ നമുക്ക് കിട്ടും. മൾട്ടിപ്പിൾ ചോയ്സ് ആയതുകൊണ്ട് അങ്ങനെ എഴുതുമായിരുന്നു. അപ്പം മെയിൻലി അവർ ചെക്ക് ചെയ്യുന്നത് നമുക്ക് സഫിഷ്യൻ്റ് ആയിട്ടുള്ള നോളജ് ഉണ്ടോ ബ്രിട്ടീഷ് ലൈഫിനെ കുറിച്ച്. നമ്മളിവിടെ സെറ്റിലാകാൻ പോവുകയാണ്. അപ്പം നമുക്ക് അതിനെപ്പറ്റി നോളജ് ഉണ്ടോ എന്നാണ് അവർ ചെക്ക് ചെയ്യുന്നത്. മെയിൻലി ആയിട്ട് അവർ അതിൻ്റെ അകത്ത് ചോദിക്കുന്നത് ബ്രിട്ടീഷ് ഹിസ്റ്ററി, എന്തൊക്കെ ഹിസ്റ്ററീസ്, അതായത് ഇവിടുത്തെ വാറ്, അവരുടെ പേര്, ആരൊക്കെയാണ് ഇൻവോൾവ് ആയത്, അങ്ങനെ ചോദിക്കാം. ഇയേഴ്സ്, പിന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ പറ്റി ചോദിക്കും. പാർലമെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളല്ല, ഏത് പാർട്ടിയായ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ UK ജിയോഗ്രാഫീനെ പറ്റി ചോദിക്കും. അതായത് ലൊക്കേഷൻ, സ്ഥലങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ ലോക്കൽ കൾച്ചർ, ഫോർ എക്സാമ്പിൾ ഇപ്പം സ്കോട്ട്ലൻഡിൻ്റെ ദേശീയ പുഷ്പം അതെന്താ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിൻലി ആയിട്ട് ചോദിക്കുന്നത്. അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ഇത് ക്രാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഈ എക്സാം എഴുതണമെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണം. എനിക്കൊന്ന് UK മൊത്തം ഏകദേശം ഒരു 30ഓളം അപ്രൂവ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെ തന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ട് എഴുതണം. ബുക്ക് ചെയ്യാനായിട്ട് ഇതിന് 50 പൗണ്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. 50 പൗണ്ട് കൊടുത്ത് നമ്മൾ ടെസ്റ്റ് സെൻറ്ററിൽ ചെല്ലുക. ടെസ്റ്റ് സെൻറ്ററിൽ ചെന്ന് കഴിയുമ്പോഴേക്കും അവർ നമ്മുടെ പാസ്പോർട്ട് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ സേഫ്റ്റി ചെക്ക് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അകത്തേക്ക് കയറ്റിവിടും. അകത്തേക്ക് കയറ്റിവിടുമ്പോൾ നമുക്കൊരു കമ്പ്യൂട്ടറാണ് തരുന്നത്. ആ കമ്പ്യൂട്ടറിൽ നമ്മുടെ പേരും ഡീറ്റെയിൽസൊക്കെ കാണും. അപ്പോൾ ഒരു എക്സാമിനർ വന്നിട്ട് നമ്മൾ സൈൻ ഇൻ ചെയ്തിട്ട് നമ്മളോട് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പറയും. അപ്പോൾ ടോട്ടലി 24 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 45 മിനിറ്റ്സ് ആണ്. അതാണെങ്കിൽ ഭയങ്കരമായിട്ടും ഇനഫായിട്ടുള്ള ടൈമാണ്. ഓൺലി 24 ക്വസ്റ്റ്യൻസ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. അപ്പം ആദ്യമേ അവർ അതിൻ്റെ അകത്തൊരു ട്രയൽ ക്വസ്റ്റ്യൻസ് ഒക്കെ തരും. നമുക്ക് വേണമെങ്കിൽ ട്രയൽ ചെയ്യുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് 24 ക്വസ്റ്റ്യൻസ് കിട്ടിയത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 22 ക്വസ്റ്റ്യൻസ് എനിക്ക് ഡൗട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞാൻ പ്രാക്ടീസ് ചെയ്തെന്ന് പറഞ്ഞല്ലോ, പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ അകത്തുള്ളത് തന്നെയായിരുന്നു. വളരെ ഈസി ആയിരുന്നു ക്രാക്ക് ചെയ്യാനായിട്ട്. ഞാൻ 3 to 4 മിനിറ്റ്സിനുള്ളിൽ തന്നെ എൻ്റെ എക്സാം കംപ്ലീറ്റ് ആക്കി. 45 മിനിറ്റ്സിന് 3 to 4 മിനിറ്റ്സ് ഞാൻ എടുത്തിട്ടുള്ളൂ. എക്സാം കംപ്ലീറ്റ് ആക്കി ഞാൻ പുറത്തു വന്നു. അപ്പം നമുക്ക് അപ്പം തന്നെ പുറത്തിറങ്ങാൻ തന്നെ നമുക്കൊരു മെയിൽ വരുമ്പോൾ കൺഗ്രാജുലേഷൻസ് പറഞ്ഞിട്ടാണ് വരുന്നത്. പിന്നെ യുണീക്ക് റെഫറൻസ് നമ്പറും നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് ആ യുണീക്ക് റെഫറൻസ് നമ്പർ നമ്മുടെ ILR ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതാണെങ്കിൽ നമുക്ക് എന്തോരം വേണമെങ്കിലും, ഇത് ലൈഫ് ലോങ് ആണ്, എന്തോരം വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് അറ്റൻഡ് ചെയ്ത് വെക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പം 5 വർഷം ആകുമ്പോഴാണല്ലോ നമുക്കിത് വേണ്ടത്. ഇപ്പം നിങ്ങൾ 3 വർഷം മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വയ്ക്കാം. ഇത് ലൈഫ് ലോങ് ആണ്. വൺസ് നമ്മൾ അറ്റൻഡ് ചെയ്തെങ്കിൽ ഇതിന് എക്സ്പയറി ഇല്ല. അത് ലൈഫ് ലോങ് വാലിഡിറ്റി ഉള്ളതാണ്. അപ്പം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അറ്റൻഡ് ചെയ്ത് നേരത്തെ സേഫ് ആയിട്ട് വെക്കാവുന്നതാണ്. അപ്പം നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ആ മെയിൽ മാത്രമേ വരത്തുള്ളൂ. നമുക്ക് വേറെ സർട്ടിഫിക്കറ്റ് അങ്ങനെ അയച്ചു തരുമോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ആ മെയിൽ മാത്രമേ അവർ തരത്തുള്ളൂ.
അത് നമ്മൾ സെക്യൂറായിട്ട് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുക. യൂണിക് റെഫറൻസ് നമ്പർ നമ്മൾ ILR ആപ്ലിക്കേഷന്, PR, സിറ്റിസൺഷിപ്പ്, നാച്ചുറലൈസേഷൻ ഒക്കെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ്ഫുൾ ആയിട്ട് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ലിങ്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ അയച്ചു തരുന്നതായിരിക്കും. പിന്നെ ഇത്രയേ ഉള്ളൂ. മെയിൻലി ലൈഫ് ഇൻ ദ UK ടെസ്റ്റ് സിമ്പിളായിട്ടുള്ള എക്സാമാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. 45 മിനിറ്റ്സ്, 24 ക്വസ്റ്റ്യൻസ്, 18 ആണ് പാസ് മാർക്ക്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ്, കമൻറ്റ് ആൻഡ് ഷെയർ. താങ്ക് യു.